നമസ്കാരം. ഇറാൻ അമേരിക്കയെ കീഴടക്കി. അങ്ങനൊരു വാർത്ത താമസിയാതെ വരും. കാരണം 2000 മിസൈലുകൾ കൊണ്ട് ട്രംപിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പലവിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് നേതാക്കളെയും സൈനിക കമാൻഡർമാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം, അതാണ് പദ്ധതിയെടുക്കുന്നത്. ഭരണമാറ്റത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്ന് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരടക്കം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനായിട്ട് ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ കമാൻഡർമാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തും. ഇതിലൂടെ വീണ്ടും പ്രക്ഷോഭം നടത്തുവാനുള്ള ധൈര്യം ജനങ്ങൾക്ക് ലഭിക്കും. ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാരും സുരക്ഷാ സംവിധാനങ്ങളും അട്ടിമറിക്കപ്പെടും. പ്രത്യാഘാതം ദീർഘനാൾ നീളുന്ന വൻ ആക്രമണവും പരിഗണനയിലാണ് അമേരിക്കയുടെ. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിട്ടായിരിക്കും ഈ ആക്രമണം എന്നുള്ളതാണ് ട്രംപ് മുൻപിൽ കാണുന്നത് എന്നുള്ളത്. ട്രംപ് ഇറാനിൽ ഇത്തരത്തിലുള്ള അട്ടിമറി നടത്താനായിട്ട് ഒരുങ്ങുമ്പോൾ ടെഹ്റാൻ അമേരിക്കയെ സ്വാഗതം ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രംപിനെ സ്വാഗതം ചെയ്യുന്നത് 2000 മിസൈലുകൾ വിന്യസിച്ചുകൊണ്ടാണ് എന്നതാണ്. അവിടെ ചിലപ്പോൾ ഈ മിസൈലുകളുടെ ആക്രമണത്തിൽ വിമാനവാഹിനി കപ്പലടക്കം US-ൻ്റെത് മുങ്ങിപ്പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം US ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇറാൻ ഏകദേശം 2000-ലധികം വരുന്ന നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നു. വാൾസ്ട്രീറ്റ് ജേണൽ തന്നെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ട് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായിട്ടുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷവും ഇറാന്റെ മിസൈൽ ശേഖരം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ആ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ദുർബലമാണ് എങ്കിലും അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മാരകമായിട്ടുള്ള മറുപടി നൽകുവാനുള്ള കഴിവ് ഇറാൻ ഉണ്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഭരണമാറ്റത്തിന് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യം അത് ഇറാനിൽ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. അതായത് ആയത്തുള്ള ഖമേനിയെ ഇല്ലായ്മ ചെയ്യുക. ഇറാന്റെ കൈവശം 2000 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴും ഇവയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ യാതൊരു തരത്തിലുള്ള US സൈനിക താവളത്തിലും ഒപ്പം തന്നെ വൻ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ശേഷിയുള്ളവയാണ്. അതായത് US-ന്റെ സൈനിക താവളത്തിൽ മാത്രമല്ല, ഗൾഫിലെ US-ന്റെ യുദ്ധ താവളങ്ങളെ അടക്കം തകർക്കുവാൻ ശേഷിയുള്ളവ. ഇത് മാത്രമോ, ഈ ഗൾഫിലെ US താവളങ്ങൾ മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളെയും ആക്രമിക്കുവാൻ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. ഈ മിസൈലുകളുടെ കൃത്യമായിട്ടുള്ള എണ്ണം വ്യക്തമല്ലെങ്കിൽ കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ നൽകുന്നതിൽ തന്നെ ഓരോ കണക്കിലും എണ്ണം 100 കണക്കിനാണ് എന്നുള്ളതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പ്രയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ. ഇപ്പോൾ ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരത്തിൽ ഭൂരിഭാഗവും ഇറാൻ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ്. ഇത് US-നും മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ്. കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളുടെയും ടോർപിഡോ ബോട്ടുകളുടെയും വലിയൊരു ശേഖരം അതടക്കം ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ ഈ ഇറാനിയൻ ഡ്രോണുകളെ ഒഴിവാക്കുക എന്നുള്ളൊരു വെല്ലുവിളി, അതാണ് അമേരിക്ക നാവികസേന നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇറാൻ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് അതിന്റെ മിസൈൽ ലോഞ്ചറുകളുടെ അഭാവമായിരിക്കാം. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ ഏകദേശം 70% നശിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും 2000-ലധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന് വീണ്ടും ഇസ്രായേലിനെ ലക്ഷ്യമിടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ ഏകദേശം 550 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. അതിൽ 45 ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിനാൽ ഇത്തവണ ഇറാന് US വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണെ അതിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിനെ മുക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം ഇറാൻ തകർത്തെറിയാൻ പോകുന്നത് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിനെ ആയിരിക്കും. ഇവിടെ ഇറാനിലെ ഭരണമാറ്റമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഇറാനെ ആക്രമിച്ച പ്രതിഷേധക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭരണമാറ്റം നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അപ്പോൾ അവർക്ക് ഭരണം മാറ്റുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ഒപ്പം ആയത്തുള്ള ഖമേനിയെ ഇല്ലായ്മ ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തിലൂടെയാണ് അവിടെ ട്രംപിന്റെ യാത്ര എന്ന് പറയപ്പെടുന്നത്. ഇസ്രായേലിനടക്കം ഈ ഭരണമാറ്റത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇസ്രായേലിന് പക്ഷേ അവിടെ പ്രതിരോധം തീർക്കേണ്ടി വരുന്നു. കാരണം ആക്രമണ ഭീതി അല്ലെങ്കിൽ ആക്രമണ ഭീഷണിയുള്ള ഒരു രാജ്യം എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ കൂടിയാണ്. ഇറാന്റെ ആക്രമണ ഭീഷണിയുള്ള
ഇവിടെ ഒരു പ്രധാന നടപടിയായി സ്വീകരിക്കാൻ പോകുന്നത്, ഇറാനെതിരെ എടുക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖമനിയെ തടവിലാക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ട്രംപ് വീണ്ടും ഒരു വലിയ ആക്രമണം ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഇവിടെ തുർക്കി, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ US-നും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ US, യൂറോപ്യൻ ഉദ്യോഗസ്ഥർ അവർ ഇറാനോട് 3 ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന് യുറേനിയം സമ്പുഷ്ടീകരണം ശാശ്വതമായിട്ട് അവസാനിപ്പിക്കുക. 2 എന്ന് പറയപ്പെടുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും വ്യാപ്തിയും പരിമിതപ്പെടുത്തുക. 3-മതായിട്ട് അവരുടെ ആവശ്യം എന്ന് പറയപ്പെടുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ ഇവരെ പോലുള്ള പ്രാദേശിക ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് നിർത്തുക. എന്നാൽ ഈ ആവശ്യങ്ങളെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു കരാറിൽ എത്തിയില്ല എങ്കിൽ വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ യുദ്ധം അത് പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക തൊടുക്കുന്ന ഏത് അസ്ത്രവും വളരെ കൃത്യമായി തടുക്കാൻ കഴിവുള്ള കെൽപ്പുള്ള രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത് 2000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ അമേരിക്കയെ കീഴടക്കാൻ പോകുന്നു. ആ ഭയം അമേരിക്കയ്ക്ക് ഉള്ളത് കൊണ്ടും ആ ഭയം ട്രംപിനെ പിന്നാക്കം വലിക്കുമ്പോഴും പക്ഷെ ആക്രമിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇറാനെ ആക്രമിച്ച് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കി ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴും ട്രംപ് ഭയപ്പെടുന്നത് ഇറാന്റെ ആക്രമണത്തെയാണ്, ഇറാന്റെ ശേഷിയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യം പതിക്കാൻ പോകുന്നതും USS എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിലാണ്. അങ്ങനെ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും ഇറാൻ അമേരിക്കയെ കീഴടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിന് പിന്നാക്കം പോകേണ്ടി വരും. ഇറാനെ തകർത്ത് അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിഴലിക്കുന്നു.